Hare
ഗലീലയിലെ ഖാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരണം. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ ഖാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് നാം ഓരോരുത്തരും ഈ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ട അരുണും രമ്യയും അവർ ഇന്ന് വരെ ആയിരുന്നതിന് വ്യത്യസ്തമായി പുതിയ ഒരു ജീവിതത്തിലേക്ക്, ജീവിതാന്തസ്സിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ദേവാലയത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും അടിസ്ഥാന ശില കുടുംബമാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം എന്നാണ്. കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു വിശകലനം നടത്തിയാൽ, ഒരു പഠനം നടത്തിയാൽ, ഇന്ന് വളരെ ചെറിയ 1% കുടുംബങ്ങൾ മാത്രമാണ് മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്നവരായിട്ടുള്ളത്. ഇവിടെ കൂടിയിട്ട് എല്ലാവരും ഈ നല്ല കുടുംബങ്ങൾ ഇവർ കെട്ടിപ്പടുക്കണം എന്നാണ്. നല്ല കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ മാതൃകയായിട്ട് ഇവർക്ക് നൽകാനുള്ളത് നസ്രത്തിലെ തിരുക്കുടുംബമാണ്. മാതാവും വ്യവസായപിതാവും ഉണ്ണീശോയും അടങ്ങിയ ആ കുടുംബം. ആ കുടുംബത്തിന് സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, സംതൃപ്തി ഉണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരിയായിട്ട് ആ കുടുംബത്തിൽ ദൈവമുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ജീവിതത്തിന് ഇതാണ് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തിന് സ്ഥാനം നൽകുക. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പ്രഥമ സ്ഥാനം നൽകാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ഏതെല്ലാം വിധത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്ന വഴിയിലും ആ കഴിവുകളെല്ലാം പ്രയോജനരഹിതമായി മാറുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിങ്ങൾ വളർന്നു വരികയായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തിലെ എല്ലാ നേട്ടങ്ങളും, എല്ലാ പഠനങ്ങളും, തങ്ങളുടെ എല്ലാ കഴിവുകളും ഇന്ന് തങ്ങളുടെ ജീവിത പങ്കാളിക്കായിട്ട് സമർപ്പിക്കുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. തുടർന്നുകൊണ്ട് പോകേണ്ട ഒന്നാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും കുടുംബജീവിതം എന്നും സന്തോഷകരമായിരിക്കും എന്ന് നമ്മൾ കരുതരുത്. ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ വേദനയുടേതായ, കഷ്ടപ്പാടിൻ്റെതായ, കണ്ണുനീരിൻ്റെതായുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള അവസരത്തിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, നമ്മുടെയൊക്കെ ആ ഇടവക ദേവാലയം നമ്മുടെ ശക്തി കേന്ദ്രമാണെന്ന ബോധ്യത്തോടുകൂടി ആ സക്രാലിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ പുരാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ വീഞ്ഞും വെള്ളവും യേശുവിൻ്റെ തിരുരക്തമായിട്ട് മാറുകയാണ്. ഇവിടെ വ്യത്യസ്ത പാരമ്പര്യത്തിൽപ്പെട്ട, വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട, വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള
രണ്ട് വ്യക്തികൾ ഇവിടെ ഒന്നിച്ചു ചേരുകയാണ്. ഇവിടെ ഒന്നിച്ചു ചേരുന്ന അവസരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഇടവകൾ തമ്മിലുള്ള ബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ വെള്ളവും വീഞ്ഞും യേശുവിൻ്റെ തിരുരക്തമായിട്ട് മാറുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥനും നാഥയുമായിട്ട് നിങ്ങൾ മാറുകയാണ്. നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മക്കളെ വളർത്തിയെടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം, വലിയ ചുമതല നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഗ്രന്ഥത്തെ കൈകൾ വെച്ചുകൊണ്ട്, വലത് കരങ്ങൾ വെച്ചുകൊണ്ട് വധുവും വരനും പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊള്ളാമെന്നുള്ള ആ ഒരു വലിയ പ്രതിജ്ഞ, ആ പ്രതിജ്ഞ ഈ ദിവസം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഭാവിയിൽ നിരവധി അവസരങ്ങളിൽ ഈ പ്രതിജ്ഞയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യണം. അരുൺ രമ്യയ്ക്ക് വേണ്ടി ജീവിക്കണം, രമ്യ അരുണിന് വേണ്ടി ജീവിക്കണം. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുമക്കളെ നന്മയിൽ വളർത്തുവാൻ, ദൈവസ്നേഹത്തിൽ വളർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ, ദൈവത്തിനും മനുഷ്യർക്കും പ്രിയമുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, ധാരാളം ദൈവാനുഗ്രഹങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ അവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഈ വധൂവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി രമ്യയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. രമ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി അരുണിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷ്യമാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം
അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ കർത്താവായ യേശുമിശിഹാ നിങ്ങളെ വിവാഹത്തിൽ നിയമിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശുമരണം വഴി കുരിശുബന്ധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന്
വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സംരക്ഷണത്തിനാണ് ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ചവരെ